വ്യത്യസ്തരായ ഗോത്ര വിഭാഗങ്ങളുടെ വൈവിധ്യങ്ങൾ കണ്ട് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് നാഗാലാൻഡിലേക്ക് തന്നെ വരണം. നാഗാലാൻഡിലെ ഹെഡ് ഹണ്ടേഴ്സ് എന്നറിയപ്പെടുന്ന തലയെടുപ്പുകാരുടെ കൊണ്യാക്കുകളുടെ ഒള്യാങ് ഫെസ്റ്റിവലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒള്യാങ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായി മോൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല ഗ്രാമങ്ങളിൽ നിന്നായി നിരവധി പേരാണിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അവരുടെ ഗോത്ര പാരമ്പര്യങ്ങൾ പേറുന്ന വസ്ത്രധാരണവുമായി അവരുടേതായ ആഘോഷ പരിപാടികളുമായി ഈ കൊണ്യാക്കുകളുടെ ചെറിയ തലമുറ മുതൽ അവരുടെ പഴയ ആളുകൾ വരെ ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവരായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഇന്ത്യയിലെ ഗോത്ര വൈവിധ്യങ്ങൾ കണ്ട് ആസ്വദിക്കണമെങ്കിൽ നാഗാലാൻഡിലേക്ക് തന്നെ വരണം. അതിൽ തന്നെ ഹെഡ് ഹണ്ടേഴ്സ് എന്നറിയപ്പെടുന്ന തലയെടുപ്പുകാർ കൊണ്യാക്കുകളുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും അതൊന്ന് വേറെ തന്നെയാണ്. പരമ്പരാഗതമായി ഷിക്കാറുകളിൽ അഭിരമിച്ചിരുന്ന കൊണ്യാക്ക് ഗോത്ര വിഭാഗങ്ങൾ അവരുടെ ഈ കയ്യിലുള്ളതൊക്കെ അവരുടെ വേട്ടയ്ക്കുള്ള പരമ്പരാഗതമായ ആയുധങ്ങളാണ്. പോത്തിൻ്റെ തോല് കൊണ്ടുള്ള പരിച, അതുപോലെ തന്നെ വടിവാളുകൾ, ഈ പരമ്പരാഗതമായ അമ്പിനേക്കാൾ ഭംഗിയായിട്ടുള്ളത് ഇതിൻ്റെ ആവനാഴിയാണ്. ഇവിടെയുള്ള യാക്കിൻ്റെയും അതുപോലെ തന്നെ മിഥുൻ എന്ന മൃഗത്തിൻ്റെയും ഒക്കെ കൊമ്പുകളാണ് ഈ ആവനാഴികളായിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് അവരുടെ അമ്പുകൾ. അതുപോലെ പല മൃഗങ്ങളുടെ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളുടെയൊക്കെ പല്ലും നഖങ്ങളുമൊക്കെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവരുടെ കിരീടമാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇതിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹോൺബിൽ ഫെസ്റ്റിവലാണ്. മിനി ഹോൺബിൽ ഫെസ്റ്റിവലാണ് ഈ മോനിൽ വെച്ച് നടക്കുന്നത്. അവരുടെ കിരീടത്തിൽ കാണുന്നത് നമ്മൾ ഒറിജിനൽ ഹോൺബില്ലിൻ്റെ, കൃത്യമായും ഒരു വേഴാമ്പലിൻ്റെ കിരീടമാണ് ഇവർ തലയിൽ ചൂടുന്നത്. കൊണ്യാക്കുകളുടെ സവിശേഷമായ പ്രത്യേകത, അതോടൊപ്പം തന്നെ നാഗാലാൻഡിലെ മറ്റു ഗോത്ര വിഭാഗങ്ങൾക്കും സമാനമായ തരത്തിലുള്ള ഉത്സവങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്. അതിമനോഹരമായ ഇന്ത്യയുടെ ഗോത്ര സാംസ്കാരിക പൈതൃകങ്ങളുടെ വൈവിധ്യങ്ങളുടെ ആഘോഷം കാണണമെങ്കിൽ നമ്മൾ നാഗാലാൻഡിലേക്ക് തന്നെ വരണം. കൊണ്യാക്കുകളുടെ നൃത്തരൂപങ്ങളിലും വൈവിധ്യങ്ങളുണ്ട്. സവിശേഷമായ നൃത്തച്ചുവടുകളുമായാണ് കൊണ്യാക്കുകൾ അവരുടെ ഈ ഉത്സവത്തെ വേറിട്ടതാക്കി മാറ്റുന്നത്.